അപ്പോൾ മെയിൻ വാർപ്പ് ആവാനായിട്ട് കേസ് ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ വാർപ്പ് ആവാനായി. അപ്പോൾ എന്താ പറയുക, സൺസൈഡ് കഴിഞ്ഞിട്ട് മേലെയുള്ള ആ 5 വരി കല്ലൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് കേസ്. അപ്പോൾ ഇനി അത് നനയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അവർ തട്ടടിക്കാൻ വരും. തട്ടടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ വാർപ്പാണ് കേട്ടോ. അപ്പോൾ മെയിൻ വാർപ്പിൻ്റെ ഒരു വീഡിയോ ഇനി എന്തായാലും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് മുള കൊണ്ട് ഇങ്ങനെ മുട്ട് വെച്ചിരിക്കുകയാണ് കേസ്. അപ്പോൾ ഇനി അടുത്ത വർക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ വരും. ഞങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേസ്. എല്ലാ റൂമിലും മുളകൾ ഇങ്ങനെ വെച്ച് മേലെ തട്ടടിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടുത്ത നമ്മുടെ മെയിൻ വാർപ്പ് സമയത്ത് കെട്ടാൻ വേണ്ടിയിട്ട് അവർ തട്ടടിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഇനി സ്റ്റെപ്പുകൾ മേലേക്കോട്ട് വരുന്നുണ്ട് കേസ്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ആ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് മെയിനായിട്ടുള്ള വാർപ്പ് ചെയ്യണതല്ലോ. അപ്പോൾ അതിൻ്റെ തട്ടുകളും ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേര സമയത്ത് ഒന്ന് വന്നാണ് കേട്ടോ കേസ്. അപ്പോൾ നാളെയോ മറ്റന്നാളായിട്ട് അവർ ഇതിൻ്റെ മെയിൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ വാർപ്പ് നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ വന്ന് വെള്ളം നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ വരുന്നത് കേട്ടോ ഗൈസ്. അതായത് നമ്മൾ വീട് പണ്ട മുട്ടുകളൊക്കെ കണ്ടില്ലേ, ഉള്ളിൽ നമ്മുടെ മുളകളൊക്കെ വെച്ച് മുട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൽ അടിക്കാനുള്ളതാണ്. മേലെ ഇതുപോലത്തെ ഷീറ്റുകളാണ് അവിടെ വിരിച്ചിട്ടാണ് നമ്മൾ മെയിൻ വാർപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൺസൈഡിൻ്റെ വാർപ്പ് കഴിഞ്ഞു, മേലെ ആ കെട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ പറയുക, ഇന്ന് കമ്പി കെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് 2-3 ദിവസത്തിനുള്ളിൽ മെയിൻ വാർപ്പ് ഉണ്ടാകട്ടെ കേസ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഇവിടെ പണിക്കാരൊക്കെ ചായ കുടിക്കാനൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്ന് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിൻ്റെ മേലുള്ള ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഇവിടെ ഫുള്ള് ഷീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഫുൾ ആ ഗ്യാപ്പിലൊക്കെ ഫുള്ളായിട്ട് ഷീറ്റുകളൊക്കെ വെച്ച് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയാണല്ലോ കമ്പികളൊക്കെ വെച്ചിട്ട് നമ്മൾ മെയിൻ വാർപ്പ് ചെയ്യുന്നത്. അപ്പോൾ കമ്പി വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പി ഇറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നമ്മുടെ വർക്കേഴ്സ് അവർ കമ്പിയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അവിടെയാണ് നമുക്ക് ഇനിയാണ് കമ്പീൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച നമ്മുടെ എന്താണ് എംസാൻഡ് പിന്നെ കല്ലുകൾ ഒക്കെ വന്നോട്ടെ കേസ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മഴയുടെ ഒരു ലക്ഷണം ഉള്ളത് കൊണ്ട് പോയി ടാർപ്പായൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ വർക്കില്ല, മറ്റന്നാളാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ വന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കേസ്. ഇനി ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഇലക്ട്രീഷ്യൻ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് അതൊക്കെ റെഡിയാക്കി മേലെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ സ്ലാബ് വാർക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, പണി തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കേസ്.
അപ്പോൾ ഈ മെഷീനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധുക്കാരും എല്ലാവരും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ മെയിൻ വാർപ്പിൻ്റെ ചെറിയ കാഴ്ചകളാണ്, വാർപ്പ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു തവണ മാത്രം സംഭവിക്കുന്നതാണല്ലോ ഗൈസ് നമുക്ക് ഈ വീട്, അതായത് ഒന്നുമില്ലാത്തവർക്ക് കിട്ടാൻ, നമ്മളെപ്പോലുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു തവണയല്ല ഇങ്ങനെയൊക്കെ വീട് കെട്ടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിന്ന്. മെയിൻ വാർപ്പ് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഒരു നട്ടെല്ല് പോലെയാണല്ലോ മെയിൻ വാർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താ പറയുക, ഒരുപാട് പേര് വന്നു ഈ വർക്കുകളൊക്കെ. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരാളുടെയും വീട് ഇങ്ങനെ വാർപ്പിന് കാര്യങ്ങൾക്കൊന്നും അധികം പോയിട്ടില്ല ഗൈസ്. അങ്ങനെ വിളിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റാണ്ടും ഒക്കെ ആയിട്ട് കണ്ടിട്ടില്ല അധികം ഞാൻ. അപ്പോൾ നമ്മുടെ വാർപ്പാണ് മെയിനായിട്ട് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എവിടേക്കും പോയില്ല കേട്ടോ ഗൈസ്, ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതായത് ഇവർ വന്ന് രാവിലെ നേരത്തെ ഞങ്ങൾ 6 മണിയാകുമ്പോഴേക്കും ഞാൻ സൗമ്യയും കൂടി ഞങ്ങളുടെ അടുത്തുള്ള കൊറ്റുകുളങ്ങര കാവിൽ പോയി തൊഴുതിയിട്ട് വന്ന് വരുമ്പോഴേക്കും 7:30 ആയി. അപ്പോൾ അപ്പോഴേക്കും പണിക്കാർ വന്നാൽ നോക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും അവൻ്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അവൻ്റെ കൂടെ വന്ന് നിന്നാണ്. ഏകദേശം ഒരു 2-2:30 ആകുമ്പോഴാണ് പണി കഴിയണത് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ നിന്നു. ഈ ഒരു കാഴ്ച നമുക്കിപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, ഭയങ്കര സന്തോഷം മനസ്സിന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ ഒരു വീട് കെട്ടുക എന്നുള്ളത് എത്ര പേരുടെ കഷ്ടപ്പാടാണല്ലോ ഗൈസ്. അതായത് നമ്മൾ വീട് കെട്ടാൻ ആദ്യം തറ കെട്ടുമ്പോൾ ഒരു ആളുകൾ കുറച്ച് പേര്, പിന്നെ നമ്മൾ ഈ ഭിത്തി കെട്ടിപ്പൊക്കാൻ കുറേ പേര്, ഇപ്പോൾ മെയിൻ വാർപ്പിന് വേറെ ആളുകൾ, എല്ലാവരുടെയും ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഒരു വീടായിട്ട് വരുന്നത്. ഭയങ്കര എന്താ പറയുക, അവർ ഓരോരുത്തരെയും നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല കേട്ടോ കേസ്. എല്ലാവരും നമ്മളെന്നും ഓർക്കേണ്ടതാണ്. കാരണം ഇവരുടെ കഷ്ടപ്പാട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമമുണ്ട്. അപ്പോൾ നമുക്ക് അവർ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ചോദിക്കുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ട കേസ്. അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇന്നത്തെ മെയിൻ വാർപ്പ് കഴിഞ്ഞോട്ടെ കേസ്. എല്ലാവർക്കും തൃപ്തിയോടുകൂടി അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ എന്തായാലും അവർക്ക് കൊടുക്കാനും കൂടി പറ്റിയിട്ട് അത് തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഇത് കണ്ടില്ല, ഈ മെഷീനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന കാഴ്ചകൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സൗമ്യ മേലെ വന്നിരിക്കുകയാണ്. ഞാൻ താഴെ ഇരിക്കുകയാണ് കേസ്. അപ്പോൾ സൗവാണ് ഇതൊക്കെ വന്നിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരത് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നമ്മളിതൊക്കെ വെച്ചിട്ട് വൈബ്രേറ്ററൊക്കെ വെച്ചിട്ട് അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാൻ ഭയങ്കര സന്തോഷം തോന്നും.
രാവിലെ 10 മണിക്കാണ് കേട്ടോ നമ്മുടെ സെൻട്രിങ്, അതായത് മെയിൻ വാർപ്പ് തുടങ്ങിയത് 2 മണിയായിട്ടോ. 2 മണിയായപ്പോൾ ഫിനിഷായി. എല്ലാം എല്ലാ ഐറ്റമൊക്കെ ഇറക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം ഇനി എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ വാങ്ങി ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഈ പരിപാടി കഴിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാർപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ വാർപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്. സന്തോഷമാവും. Gracias.